ഹലോ എവരിവൺ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ സെക്യൂരിറ്റിയാണ്. ഡിജിറ്റൽ സെക്യൂരിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സബ്ജക്റ്റാണ്. കാരണം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കൽ മെഷറാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി. പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ പേപ്പറിലായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ പേയ്മെൻറ്റ്സൊക്കെ ഡയറക്റ്റായിട്ടായിരുന്നു ഡീലിങ്സ് നടന്നിരുന്നത്. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം ഓൺലൈനായിട്ട് മാറി. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഇൻഫോർമേഷൻസൊക്കെ വൈഡായിട്ടുള്ള ആൾക്കാരിൽ റീച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ളവരും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വരെ ഇൻഫോർമേഷൻസ് എത്തി. അങ്ങനെ ഇൻഫോർമേഷൻസ് എത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഡാറ്റാസൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി, മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരാളും അതിനെ പറ്റിയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇനി ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ സെക്യൂരിറ്റി? Digital security refers to policies and procedures and technical measures and to prevent unauthorized access, alteration, theft or physical damage to information system. ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കൽ മെഷറാണ്. നമ്മുടെ ഇൻഫോർമേഷൻസും ഒക്കെ മിസ്യൂസ് ചെയ്യാതെക്കാനും ഡാമേജ് വരാതെക്കാനും ലോസ് ആവാതെക്കാനൊക്കെ നോക്കാനായിട്ട് ഉള്ളൊരു പോളിസി, ഒരു ടെക്നിക്കൽ മെഷറാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഫർമേഷൻ ഡിജിറ്റൽ സെക്യൂരിറ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദോസ് ഇൻവോൾവ് ഇൻ ബിസിനസ്. ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ എല്ലാവരും ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ട്രാൻസാക്ഷൻസും ഒക്കെ സേവ് ചെയ്യുന്നതുകൊണ്ട് അവർക്കുള്ളൊരു പ്രൊട്ടക്ഷൻ, അവരുടെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്താനാണ് ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് മീനിങ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. എന്താണ് ഡിജിറ്റൽ സെക്യൂരിറ്റി? ഒരു ചെറിയൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ സെക്യൂരിറ്റി റെഫേഴ്സ് ടു വേരിയസ് വേസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ് അക്കൗണ്ട് ആൻഡ് ഫയൽസ് ഫ്രം ഇൻട്രൂഷൻ ബൈ ആൻ ഔട്ട്സൈഡ് യൂസർ. പുറമേയുള്ള ഒരാൾ എന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് ആൾ നമ്മളെ പ്രൈവസിയിലുള്ള ഇൻഫർമേഷൻസൊക്കെ എടുക്കാതെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സെക്യൂരിറ്റിയാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി. ഡിജിറ്റൽ സെക്യൂരിറ്റി ഈസ് ആൻ ഓൾ എൻകംപാസിംഗ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് ദ ടൂൾസ് യു ക്യാൻ യൂസ് ടു സെക്യൂർ യുവർ ഐഡൻറ്റിറ്റി, അസറ്റ്സ് ആൻഡ് ടെക്നോളജി ഇൻ ദ ഓൺലൈൻ ആൻഡ് മൊബൈൽ വേൾഡ്. ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു ടൂളാണ്. നമ്മൾ ഐഡൻറ്റിറ്റി, അസറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള്. These tools you can use to protect your identity include antivirus, software, web services, biometrics, and secure personal devices you carry with you every day. ഈ ഡിജിറ്റൽ സെക്യൂരിറ്റീസ് വരുന്ന ടൂൾസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആൻറ്റിവൈറസ് നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വരുന്ന വൈറസിൽ നിന്നും അൺവാണ്ടഡ് പ്രോഗ്രാംസിൽ നിന്നൊക്കെ നമ്മളുടെ പ്രിക്കോഷൻ എടുക്കാനാണ് ഈ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നത്. ഈ ആൻറ്റിവൈറസ് നമ്മളെ ഫയൽസൊക്കെ ഡാമേജ് വരാതെ മോഡിഫൈ ചെയ്യാതെയൊക്കെ നോക്കും. പിന്നെ വരുന്നതാണ് വെബ് സർവീസസ് എന്ന് വെച്ചാൽ ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസിന് കൊടുക്കുന്ന ഒരു ഓഫറാണ് ഈ വെബ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ബയോമെട്രിക്സ് എന്താ വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ്സ്, ഫേസ് സ്കാൻ നമ്മൾ ഫോണിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതാണ് ബയോമെട്രിക്സ്. ഇതാണ് ഇതിൽ മീനിങ്ങിൽ പറയുന്നത്. അടുത്തതാണ് സൈബർ ത്രെറ്റ്. ഈ ത്രെറ്റ്സ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റിയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ത്രെറ്റ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വണ്ണാണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇമെയിലിലേക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസൊക്കെ വരും, സ്പാം മെസ്സേജസ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയാണ്ട് തന്നെ ആ ലിങ്ക് കയറിയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ ഫയൽസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും. അതിലൂടെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ
ഹാക്ക് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ഡാമേജൊക്കെ വരാനുള്ള സാധ്യത അധികമാണ്. പിന്നെയാണ് മാൽവെയർ. മാൽവെയർ എന്ന് വെച്ചാൽ മിസ്ലീനിയസ് സോഫ്റ്റ്വെയറാണ്. അത് കൂടുതലും കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഡാമേജസാണ്, ഡിസ്ട്രക്ഷൻസാണ് വരുത്താറ്. പിന്നെ പാസ്വേഡ് അറ്റാക്സ്. പാസ്വേഡ് അറ്റാക്സ് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഓവർലോഡായിട്ടുള്ള ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അൺയൂസബിളായിട്ട് തോന്നും. എങ്ങനെ വെച്ചാൽ ഇത് ഓവർലോഡ് ആവണതനുസരിച്ച് നമുക്ക് പിന്നെ ഉപയോഗിക്കാതെ പറ്റാത്ത അവസ്ഥയിലാവും. അത് കമ്പ്യൂട്ടർ ഫുള്ളി ഡിസ്ട്രക്റ്റായി മാറും. പിന്നെ മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഓൺലൈൻ കൂടെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു കസ്റ്റമറും ഒരു സെല്ലറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഇടയിൽ കൂടെ വേറൊരാൾ നമ്മളെ ഇൻഫർമേഷൻസൊക്കെ ചോർത്താൻ ശ്രമിക്കും. അയാൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മളെ ഇൻഫർമേഷൻസൊക്കെ ചോർത്തും. പിന്നെ ഡ്രൈവ് ബൈ ഡൗൺലോഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സൈറ്റ് കയറുന്ന സമയത്ത് കുറേ പോപ്പപ്പ് വിൻഡോസ് വരാറുണ്ട്, അല്ലാണ്ട് തന്നെ കുറേ ലിങ്ക്സ് കാണാറുണ്ട്. അതിലൊക്കെ പോയി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് സ്വതവേ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവാറാണ്. അത് നമ്മൾ ഫോണിലേക്കൊക്കെ ആവുന്ന സമയത്ത് ഫുള്ളി ഡാമേജസും മിസ്യൂസും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ സൈബർ ത്രെറ്റിനകത്ത് പറയുന്നത്. ഇത് ജസ്റ്റ് എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്താണ് വൈ ഈസ് ഡിജിറ്റൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ്. Our world today is ruled by technology and we cannot do without it at all. From booking our flight tickets to catching up with old friends, technology plays an important role. നമ്മളിപ്പോൾ ടെക്നോളജി വേൾഡിലാണ് ജീവിക്കുന്നത്, ഒരു ഡിജിറ്റൽ എറയിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നമുക്ക് എന്തിനായാലും ടെക്നോളജി ആവശ്യമുണ്ട്. നമ്മളൊരു പഴയകാല സുഹൃത്തിനെ ബന്ധപ്പെടാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പിന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ, ഒരു ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനും നമുക്കൊരു ഡിജിറ്റൽ സെക്യൂരിറ്റി ഓൺലൈൻ ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്. However, the same technology may expose you when it is vulnerable and could lead to loss of essential data. ഈ സെയിം ടെക്നോളജി തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെ ലോസ് വരുത്താനുള്ള സാധ്യത അധികമാണ്. So, digital security is necessary since it helps in securing data from threats such as data theft or misuse. Also safeguard your system from viruses. ഈ ത്രെറ്റ്സിൽ നിന്നും ഈ തെഫ്റ്റ് മിസ്യൂസിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഒരു സെക്യൂരിറ്റിയാണ് ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി. അതിനാൽ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതാണ് ഡിജിറ്റൽ സെക്യൂരിറ്റീസ് ഒബ്ജക്റ്റീവ്സ് 3 തരമുള്ളത്: കോൺഫിഡൻഷ്യാലിറ്റി, ഡിസ്ക്ലോസർ, ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിസിറ്റി, അവൈലബിലിറ്റി, ആക്സസ്. നമുക്കിത് 3 ഓരോന്നായിട്ട് പരിചയപ്പെടാം. കോൺഫിഡൻഷ്യാലിറ്റി. The objective states that information should be available to only those who have the right to access it. We must keep things private or limit the data's availability to certain pre-specified people or organization. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഏത് ഡോക്യുമെൻറ്റ്സ് ആയാലും ഇൻഫർമേഷൻസ് ആയാലും അതിനൊരു പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യണം. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിനൊരു ഡാറ്റ ലിമിറ്റ് കീപ്പ് ചെയ്യണം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അവൈലബിലിറ്റി. ഇൻഫർമേഷൻ ഷുഡ് ബി അവൈലബിൾ ആൻഡ് യൂസബിൾ വെനെവർ ഇറ്റ് ഈസ് നീഡഡ്. Interaction and transaction can run conveniently all the time. It means that information is accessible by authorized users. അവൈലബിലിറ്റി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഇൻഫോർമേഷൻസൊക്കെ ടൈംലി കൺവീനിയൻ്റ് ആയിട്ട് ഓതറൈസ്ഡ് യൂസേഴ്സിന് എത്തിച്ചേരണം. ഇൻഫോർമേഷൻ ഒരിക്കലും ഓവർഫ്ലോ ആകാൻ പാടില്ല.
എന്ന് വെച്ചാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ എത്തിച്ചേരാൻ പാടില്ല എന്ന്. എപ്പോഴും കറക്റ്റായിട്ടും കൺവീനിയായിട്ടും റൈറ്റ് പീപ്പിളുടെ കയ്യിൽ മാത്രമേ ഇൻഫർമേഷൻ എത്താൻ പാടുള്ളൂ. അടുത്തതാണ് ഇൻറ്റഗ്രിറ്റി. ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അൺഓതറൈസ്ഡ് അൾട്രേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് മിസ്യൂസ്. We must be sure that data we are trying to secure has not been modified or corrupted. ഇൻറ്റഗ്രിറ്റി പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡാറ്റാസിന് ഒന്നും ഒരിക്കലും മോഡിഫിക്കേഷനോ അൾട്രേഷനോ വന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ സെക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാസൊക്കെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം. അതാണ് ഈ ഇൻറ്റഗ്രിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് 3 pillars ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഈ ഒബ്ജക്റ്റീവ് തന്നെയാണ് 3 pillars ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ടേബിളിൽ പറയാമെന്നുള്ളൂ. ഫസ്റ്റ് തന്നെ കോൺഫിഡൻഷ്യാലിറ്റി പ്രിവെൻറ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം റീച്ചിങ് റോങ് പീപ്പിൾ വൈൽ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ റൈറ്റ് പീപ്പിൾ ക്യാൻ യൂസ് ഇറ്റ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണിത്. എന്നുവെച്ചാൽ തെറ്റായിട്ടുള്ള ആൾക്കാരെ ഇൻഫർമേഷൻ എത്താതെ ശരിയായിട്ടുള്ള ഒരാളെ കയ്യിൽ ഇൻഫർമേഷൻ എത്തണം എന്നുള്ള കാര്യമാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇൻറ്റഗ്രിറ്റി. മെയിൻറ്റെയിൻസ് ദ കൺസിസ്റ്റൻസി, അക്യുറസി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഇൻറ്റഗ്രിറ്റി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഇൻഫർമേഷനൊന്നും ഒരു മോഡിഫിക്കേഷൻ അൾട്രേഷനും വന്നില്ല, അക്യുറേറ്റ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ അവൈലബിലിറ്റി, അടുത്താണ് അവൈലബിലിറ്റി. എൻഷുവേഴ്സ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ വെൻ ഇറ്റ് ഈസ് നീഡഡ്. നമ്മൾ ഇൻഫർമേഷൻ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതാണ് ഈ 3 pillars ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. അതിൽ തന്നെ ഫസ്റ്റ്, പ്രൊട്ടക്ട്സ് സിസ്റ്റം അഗെയിൻസ്റ്റ് വൈറസസ്, വേംസ്, സ്പൈവെയർ ആൻഡ് അതർ അൺവാണ്ടഡ് പ്രോഗ്രാം. ഈ ഡിജിറ്റൽ സെക്യൂരിറ്റിയിലൂടെ നമുക്ക് ഈ അൺവാണ്ടഡ് പ്രോഗ്രാംസ്, വൈറസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മൾ ഈ ആൻറ്റിവൈറസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മളെ ഇൻഫോർമേഷൻസിനെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ. അടുത്തതാണ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഡാറ്റ ഫ്രം തെഫ്റ്റ്. ഇപ്പോൾ ഫുൾ ഓൺലൈനിലൂടെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസും ഡോക്യുമെൻറ്റ്സൊക്കെ സേവ് ചെയ്യുന്നത്. അതിനാൽ ഈ ഇൻഫോർമേഷൻസൊക്കെ കളവ് പോകാനുള്ള സാധ്യതകൾ അധികമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഫോർമേഷൻസൊക്കെ സെക്യൂർ ചെയ്യാം. പിന്നെ പ്രൊട്ടക്ട്സ് ദ കമ്പ്യൂട്ടർ ഫ്രം ബീങ് ഹാക്ഡ്. ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ഹാക്കേഴ്സും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ ഈ നമ്മുടെ ഇൻഫോർമേഷൻസൊക്കെ ബെറ്റർ പ്രിക്കോഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനാൽ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റീസൊക്കെ ഈ ഹാക്കിംഗ് നിന്നൊക്കെ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ മിനിമൈസ് കമ്പ്യൂട്ടർ ഫ്രീസിങ് ആൻഡ് ക്രാഷസ്. നമ്മൾ ഓരോ കൊല്ലം കൂടുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെയുള്ള ആൻറ്റിവൈറസസൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് വരുന്ന ഡാമേജസും ഫ്രീസിങ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ അടുത്തതാണ് ഗീവ്സ് പ്രൈവസി ടു യൂസേഴ്സ്. ഓതറൈസ്ഡ് യൂസേഴ്സിന് അൺഓതറൈസ്ഡ് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൈവസി ലഭിക്കും. അവർക്കൊക്കെ അവരുടെ ഇൻഫർമേഷൻസൊക്കെ കൂടുതൽ സെക്യൂറായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അടുത്തതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. കുഡ് ബി കോസ്റ്റ്ലി ഫോർ ആവറേജ് യൂസേഴ്സ്. ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി കൂടുതലും ആവറേജ് യൂസേഴ്സിന് ഡിഫിക്കൽട്ടി ആയിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. കൂടുതൽ ആൾക്കാർക്കും അത് അഫോർഡബിൾ ആവില്ല. പിന്നെ അടുത്തതാണ് നീഡ് ടു കീപ്പ് അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ ഇൻ ഓർഡർ ടു കീപ്പ് സെക്യൂരിറ്റി അപ് ടു ഡേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടേഴ്സ് ആൻറ്റിവൈറസൊക്കെ സെക്യൂരിറ്റീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ അത് കോസ്റ്റ്ലി ആവാനുള്ള സാധ്യത കാരണം അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആവില്ല. അടുത്തതാണ് ഫയർവാൾസ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു കൺഫിഗർ കറക്റ്റ്ലി. ചില സമയങ്ങളിൽ കമ്പ്യൂട്ടറും ഫയർവാളും തമ്മിലുള്ള സിങ്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ലിമിറ്റിൻ്റെ അപ്പുറം ഈ ഫയർവാൾസിനൊക്കെ ലിമിറ്റിനപ്പുറം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്
ഈ ഫയർവാൾസിൻ്റെ പോളിസിനും പ്രൊസീജിയേഴ്സിനൊക്കെ അത് ബാധിക്കും. അടുത്താണ് ഇൻകറക്റ്റ്ലി കോൺഫിഗർഡ് ഫയർവാൾസ് മേ ബ്ലോക്ക് യൂസേഴ്സ് ഫ്രം പെർഫോമിങ് സർട്ടൻ ആക്ഷൻസ് ഓൺ ദി ഇൻ്റർനെറ്റ് അൺടിൽ ദി ഫയർവാൾ കോൺഫിഗർഡ് കറക്റ്റ്ലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഫോണിലൊക്കെ ഓരോ പെർമിഷൻസ് ഒക്കെ ഇതാക്കുന്ന സമയത്ത് ഓരോ റെസ്ട്രിക്ഷൻ വെക്കല്ലോ. ആ റെസ്ട്രിക്ഷൻസും അതിൽ കടന്ന് പോകുമ്പോൾ ഈ ഫയർവാൾസൊക്കെ നമ്മളെ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് യൂസേഴ്സിനൊക്കെ ഭയങ്കര ഉപയോഗിക്കാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാക്കും. അടുത്താണ് മേക്സ് ദി സിസ്റ്റം സ്ലോവർ ദാൻ ബിഫോർ. ഈ സിസ്റ്റംസൊക്കെ ഈ ഡിജിറ്റൽ സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ സ്ലോവർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ ഡിജിറ്റൽ സെക്യൂരിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത്. ടാഗിങ്